ഗു സത്യം പറഞ്ഞാൽ ഈ പടം കാണണമെന്നുള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഇന്നലെ മറ്റേ സുരേഷൻ്റെയും സുമലതയുടെയും ആ പടം കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ട്രെയിലർ വന്ന് നോക്കിയാൽ കൊള്ളാം, ഇത്തിരി ക്വാളിറ്റി ഉള്ള ഒരു ട്രെയിലറാണ്, പ്രോമിസിങ് ആണ്. അതുപോലെ മലയാളത്തിൽ ഒരുപാട് ജോൺറയിൽ സിനിമകൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ഹൊറർ എന്നുള്ള സാധനം അന്യം നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള പിന്നെ നമ്മുടെ ദേവനന്ദ മോളുണ്ട്, അതുകൊണ്ട് പോയി കണ്ടതാണ്. കണ്ട് സംഭവം ഭയങ്കര ജംപ് സ്കെയറിങ്ങോ ഭയങ്കര മറ്റേ രക്തച്ചൊരിച്ചിലോ മറ്റേ ഭീകരമായിട്ടുള്ള പേടി അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പോലും അവർ ഉദ്ദേശിച്ച സാധനം വൃത്തിക്ക് നീറ്റായിട്ട് 100% ആത്മാർത്ഥത കൊടുത്ത് എടുത്തു വച്ചിട്ടുണ്ട്. ഇതാണ് ഗു എന്ന് പറഞ്ഞാൽ ഗുളികൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഈ ഒരു നമ്മളിപ്പോഴും എല്ലാവരും സെപ്പറേറ്റ് ചെയ്ത് അണുകുടുംബം രീതിയിൽ ജീവിക്കുകയാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും ബേസ് ആയിട്ട് ഒരു തറവാട് പോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ചുറ്റിപ്പറ്റി ഒരു തെക്കതോ കാവോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ദോഷം വരുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ആ ഒരു ശാഖയിൽപ്പെട്ട എല്ലാവർക്കും ഇതിൻ്റെ ചെറിയ ചെറിയ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ ഇതൊന്ന് പുനരുദ്ധീകരിക്കണം, അല്ലെങ്കിൽ പ്രശ്നം വെപ്പിച്ചതിൽ പരിഹാരം ഉണ്ടാക്കണമെന്നൊക്കെ ഉള്ളൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചിലപ്പം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോഴേക്കും കുറേ പേർക്കൊന്നും താല്പര്യം കാണില്ല പൈസ ഇടാൻ, കുറേ പേർക്ക് ഇത് കണ്ടവിശ്വാസമാണെന്ന് പറയും. പക്ഷേ ആ ഇരിക്കുന്ന സ്ഥലവുമായിട്ട് ചുറ്റിപ്പറ്റിയവർക്ക് അവർക്കായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവായിട്ട് അവർ നിൽക്കുന്നത് ഇങ്ങനൊരു സംഭവം ചെയ്യണമെന്നുള്ളത്. ഇതിന് ശക്തി ഉണ്ടെന്ന് കുറേ പേര് വിശ്വസിക്കുന്നു, കുറേ പേര് പറയുന്നത് കെട്ടുകെടുത്തുകളാണെന്ന് പറയുന്നു. ചിലർ ബാക്കിയുള്ളവരെല്ലാവരും നിൽക്കില്ല, അപ്പം ഞാൻ മാത്രമായിട്ട് മാറിയിരിക്കണം എന്തിനെന്ന് വിചാരിച്ച് ഇതിൻ്റെ കൂടെ നിൽക്കും. ഈ ഒരു സംഭവം അത് ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. അതിൽ മിത്തും ഫിക്ഷനും ഹൊറർ എലമെൻസും കയറ്റി ഗംഭീരമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. കൂടുതലും ഇത് കുട്ടികളിൽ ഭയങ്കരമായിട്ട് കുട്ടിയൊക്കെ ഇഷ്ടപ്പെടാനും കുട്ടിയൊക്കെ പേടിക്കാനുള്ള ഒരു സാധ്യതയായിട്ട്, കാരണം കുട്ടികളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനു രാധാകൃഷ്ണനാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഡെബ്യൂ ആണെന്ന് തോന്നുന്നു, കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊരല്പം ഡ്രാഗ് വന്നിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ഒന്ന് ലെങ്ത് കുറയ്ക്കായിരുന്നു തോന്നി. ഇടയ്ക്കൊന്ന് ഡ്രാഗ് വന്നിട്ടുണ്ടെങ്കിലും ഓവറാൾ നല്ലൊരു ഡീസൻറ്റ് തിയേറ്റർ വാച്ചായിരുന്നു ഗു എന്ന് പറയുന്ന പടം. പ്രത്യേകം നമ്മളെ ഈ ഒരു മുത്തശ്ശിമാരൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ, മുത്തശ്ശി കഥകൾ, ഗുളികൻ, യക്ഷി, മാടൻ, അങ്ങനെ ഒരു അതുപോലത്തെ ഒരു ഫീലാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു കഥ, ഒരു 2-2.25 മണിക്കൂറുള്ള ഒരു കൊച്ചു കഥ, അല്ല അത്യാവശ്യം പേടിപ്പിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. അത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ടോപ്പ് നോച്ചാണ് സിനിമ. അതായത് എല്ലാം മാക്സിമം പെർഫെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സൗണ്ട് മിക്സിങ് ചെയ്തിരിക്കുന്നത് എൻ ഹരികുമാർ, അതുപോലെ സൗണ്ട് ഡിസൈൻ ശ്രീനിവാസൻ, സ്കോർ ജോനാഥൻ ബ്രോസ്. ഗുളിയം വരുന്ന സമയത്ത് ഒരു ട്രാക്ക് പോകുന്നുണ്ട്, അത് അത്യാവശ്യം വൈബുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഓവറോൾ സ്കോർ നല്ല, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട്, അതുപോലെ വിഷ്വൽ എഫക്ട്സ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രഫി ചന്ദ്രകാന്ത് മാധവ് കിടു, ഡയറക്ഷൻ എല്ലാം, ടെക്നിക്കൽ സൈഡ് അത്രയും നന്നായിട്ട് ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു തരത്തിൽ വെറുതെ ഒരു വഴിപാട് പോലെ ഒരു സിനിമ ചെയ്തു വെച്ചതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നന്നായിട്ട് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ പെർഫോമൻസ്, പിള്ളേർ കുറേ പേരുണ്ട്. ദേവനന്ദയോടൊപ്പം പിള്ളേരത് പേരെനിക്കുന്നുണ്ട്, പൊന്നു, അതുപോലെ അപ്പു, പിന്നെ പാറു, ഇങ്ങനെ കുറേ പിള്ളേർ സെറ്റുണ്ട്. പിള്ളേരുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. നിരഞ്ജൻ മണിയമ്പിള്ള നല്ല ഒരു ആക്ടറാണ് കേട്ടോ. നെപ്പോ കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കുമെങ്കിലും പുള്ളിയുടെ പടങ്ങളൊക്കെ മിക്കവാറും ഫെയിലിയർ ആണെങ്കിലും അതിൽ ഒരു നല്ലൊരു ശതമാനം എനിക്ക് വർക്കായ സിനിമകളാണ്. ഒരു മിനിമം ഗ്യാരണ്ടി പടങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല പെർഫോമൻസാണ് ഈ സിനിമയിൽ. ആ പിള്ളേരുടെ കൂടെ ഒരു സെറ്റായിട്ട് നല്ല രസമായിട്ട് സ്റ്റൈലിഷായിട്ട് ആ ക്യാരക്ടർ പുള്ളിക്കാരെ ചെയ്തിട്ട് പോയി. സൈജു കുറുപ്പ് ഇതിലൊന്നും വിശ്വാസമില്ലാതെ മാറി നടക്കുന്ന ഒരു കഥാപാത്രത്തിൽ ഞാൻ പറഞ്ഞില്ല, അതുപോലത്തെ ഒരു ഇതാണ്. നന്നായിട്ട് സൈജു കുറുപ്പ് ചെയ്തിട്ടുണ്ട്. മണിയമ്പിള്ള രാജുണ്ട്, പിന്നെ കുഞ്ചൻ ഒരു ചെറിയൊരു സീനിൽ വന്ന് പോയിട്ടുണ്ട്. അതുപോലെ അശ്വതി മനോഹരൻ, പിന്നെ കുറച്ച് പേരുണ്ട്, അവരൊന്നും പേര് ഞാൻ അധികം കണ്ടിട്ടില്ല. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. സാധാരണ ഒരു പണ്ടത്തെ മലയാളം ഹൊറർ സിനിമയിൽ വരുന്ന ടിപ്പിക്കൽ ക്ലീഷേസ് കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ഡിഫറൻ്റ് ആയിട്ട് തോന്നി. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല പടം എൻഡ് ചെയ്തിരിക്കുന്നത്. ആ ക്ലൈമാക്സ് പോർഷൻ അത്യാവശ്യം മാസ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഓവറാൾ ഇടയ്ക്കൊക്കെ ചിരിപ്പിക്കുന്ന 1-2 സന്ദർഭങ്ങളുണ്ടായിരുന്നു. പിന്നെ കൊള്ളാടെ പശ്ചാത്തലം, ഒരു ഈ തറവാട്, ഗ്രാമം, കാവ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ, വയലൊക്കെ വരുമ്പോഴേക്കും കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലേ, അതൊക്കെ നന്നായിട്ട് അത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് പലയിടത്തും നമുക്ക് വെക്കേഷൻ സമയത്ത് ഇതുപോലെ കുടുംബങ്ങൾ ഒരുമിച്ച് കയറുമ്പം കിട്ടുന്നൊരു വൈബുണ്ട്, പിള്ളേർ സെറ്റ് കൂടുന്നത്, അതൊക്കെ ഭയങ്കര ആ ഒരു വേൾഡിലായിട്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇന്നാവാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര സംഭവം മറ്റോ പേടിക്കണം, എനിക്ക് കാര്യമായിട്ട് പേടിക്കാനൊന്നും തോന്നിയില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് പേടിച്ച് ആ ഒരു മുത്തശ്ശി കഥ കാണുന്ന ഭീതിയോടെ കണ്ടു നിൽക്കുക. ഫാമിലി ഓഡിയൻസിനും നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെയാണ് ഗു. എന്തരാ വരട്ടെ.